ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ചെറിയ കുഴപ്പങ്ങളുണ്ട് താനും. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ഇന്നലെ ഇടേണ്ടുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു, ഈ വീഡിയോ ഇടണോ അതേ വിഷുവിനെടുത്ത വീഡിയോ ഇന്നലെ ഇടണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ തീരുമാനം മാറ്റി. എന്തായാലും വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വിഷുവിൻ്റെ വീഡിയോ ഇടുന്നതിനെക്കാട്ടിലും പിറ്റെന്നെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് വിഷുവിനെടുത്ത വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ആക്കിയത് കേട്ടോ. ഇതിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഇടണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊന്നുമല്ല, ഞാനും ഗൗതൂട്ടനും കൂടിയിട്ട് വിഷുവിനുള്ള കണി വയ്ക്കാനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോകാറുണ്ട്. ഒരുപാട് ദൂരെയൊന്നുമല്ല, നമ്മുടെ ഇവിടെ ജംഗ്ഷനിൽ തന്നെയാണ്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് അവനവഞ്ചേരി, ആറ്റിങ്ങൽ അവനവഞ്ചേരിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ അതിൻ്റെ ജംഗ്ഷനിൽ തന്നെയാണ് ഷോപ്പുള്ളത്. അവിടെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞു കടയായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കുറച്ച് നല്ല മോടി പിടിപ്പിച്ച് വലുതാക്കി ജ്യൂസ് കടയും അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു വലിയൊരു ഷോപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ദേ ആ നേരെ കാണുന്നത് തന്നെയാണ് കേട്ടോ ഷോപ്പ്. അപ്പോൾ ഞാനും ഗൗതൂട്ടനും കൂടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ, കണി വയ്ക്കാനുള്ള സാധനങ്ങൾ. സാധാരണ ഞാൻ കുറേ കൂടെ ദൂരെ പോയി നമ്മുടെ മൂന്നുമുക്ക് ജംഗ്ഷൻ എന്ന് പറയുന്ന അവിടെ ഒരു കടയുണ്ട് കേട്ടോ, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ടാണ് ഞാൻ സാധാരണ വാങ്ങുന്നത്. ഇത്തവണ ഞാൻ വെച്ച് എന്തായാലും ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. വിഷുക്കണിക്കുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് പരിചയമുള്ള കട ആയതുകൊണ്ട് തന്നെ റേറ്റൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതൂട്ടനാണ് വീഡിയോ എടുക്കുന്നതൊക്കെ. ഗൗതൂട്ടനെ വിളിച്ചപ്പോഴേ പറഞ്ഞു, എന്നെ വീഡിയോ എടുക്കാനാണോ മമ്മി കൊണ്ടുപോകുന്നതെന്ന് എൻ്റെ അടുത്ത് ഫസ്റ്റിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് സാധനങ്ങൾ വാങ്ങണം, കൂട്ടത്തിലൊന്ന് വീഡിയോ കൂടെ എടുത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ കടയിലുള്ള ആൾ പറയുകയാണ്, നേരത്തെ 2 പയ്യന്മാർ വന്ന് ഇതേപോലെ വന്ന് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് കണി വയ്ക്കാനുള്ള സാധനം ഒന്നും വാങ്ങണ്ടടോ, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തുകൊണ്ട് പോകാം, രാവിലെ അത് കണ്ട് കണി കണ്ട് ഉണരാമെന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് ആ കടയിലുള്ള ആ ആൾ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതൂട്ടിൻ്റെ അടുത്ത് പറയുകയാണ്, നീ വീഡിയോ എടുക്കുകയാണോ, ഇൻസ്റ്റയിൽ ഇടാനാണോ യൂട്യൂബിൽ ഇടാനാണോ എന്നൊക്കെ മോൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്കിലും അതിനൊക്കെ അവൻ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ അവനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞാലും അത്യാവശ്യം എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. മോളാണെങ്കിൽ ഒട്ടും ചെയ്തു തരത്തില്ല. അവൾ വീഡിയോ എടുക്കാനോ വീഡിയോയിൽ വരാനോ ഒന്നും ഒട്ടും താല്പര്യമുള്ള ഒരാളേ അല്ല. ഗൗതൂട്ടൻ പിന്നും എനിക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തരും. അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ഓരോന്ന്, ഒരു പൈനാപ്പിള്, ഒരു ഓറഞ്ച്, ഒരു ആപ്പിള്, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കണി വയ്ക്കുമ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ ഉടച്ചിങ്ങനെ വെക്കത്തില്ലേ, അപ്പോൾ അത് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ തണ്ണിമത്തൻ എടുത്തു, ഓറഞ്ച് എടുത്തു, പിന്നെ പടവലെടുത്തു, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റിൽ ബില്ലൊക്കെ പിന്നെ എന്താണ് അവർ ബില്ലൊക്കെ ചെയ്തതിന് ശേഷമാണ് ഓർമ്മിച്ചത്, അയ്യോ നമ്മളിങ്ങനെ പടുക്ക വയ്ക്കുവേ, ഞാനിങ്ങനെ സാധാരണ മിക്കവാറും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പടുക്ക വയ്ക്കാറുണ്ട്. അതിപ്പോൾ പൂജവെപ്പിനായിരുന്നാലും നമ്മൾ ഓണത്തിനായിരുന്നാലും വിഷുവിനായിരുന്നാലും ഞാനിങ്ങനെ എല്ലാം വിളക്ക് അണിയിച്ചൊരുക്കുമ്പോഴത്തേക്കും പടുക്ക വയ്ക്കാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ പഴം വാങ്ങിയില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർമ്മിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പടല പഴം കൂടി വേണമെന്ന് പറഞ്ഞു. നല്ല ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ. ഞാലിപ്പൂവൻ പഴം എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ അധികം വാങ്ങാറില്ല. കൂടുതലായിട്ട് റോബസ്റ്റ പഴമാണ് കേട്ടോ വാങ്ങുന്നത്. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ, അവനഞ്ചേരി ജംഗ്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇത് ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് പഴം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് പഴം കൂടിയൊക്കെ എടുത്തതെന്ന്. ഞാനങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇറങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത്, അയ്യോ പോവല്ലേ, നിൽക്കുന്നു ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ എടുത്ത മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി അവർ അത് കവറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അവർ പിന്നെ പൊതിഞ്ഞ് തന്ന് അതൊക്കെ എടുത്തിട്ട് പോയി. പക്ഷേ നമുക്ക് കണി വയ്ക്കാനുള്ള പ്രധാന ഐറ്റം കിട്ടിയിട്ടില്ല. എന്താണെന്നറിയാമോ, കണിക്കൊന്ന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അന്വേഷിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. ഞാനും ഗൗതൂട്ടനും കൂടി ഇങ്ങനെ കുറേ ദൂരം പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, 3 മുക്കിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് പോകുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്തേ അവിടെ ഇങ്ങനെ ഒരു ബേസിലിൽ നിറച്ച് കണിക്കൊന്ന ഇങ്ങനെ ഇരിക്കുന്നു. ഒരു കെട്ട് 50 രൂപയാണ് കേട്ടോ. അത് ഭയങ്കര ലാഭമാണ്. സാധാരണ റോഡിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ അവിടെയൊക്കെ ഇഷ്ടംപോലെ മരമുണ്ട് കേട്ടോ. നമ്മുടെ ഈ 3 മുക്കിലോട്ട് വരുന്ന വഴിക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ നിറച്ച് കണിക്കൊന്ന മരമാണേ, നിറച്ച് പൂത്തുലഞ്ഞ് കിടക്കും. അതൊക്കെ ഇങ്ങനെ ആൾക്കാർ പറിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിരുന്ന് വിൽക്കും. ഭയങ്കര ലാഭമല്ലേ അവർക്ക്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അമ്മയുടെ കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും എന്തിനും പടുക്കയിടാനുള്ള സാധനങ്ങൾ എന്തുണ്ടെങ്കിൽ ഞാൻ ഈ അമ്മയുടെ കടയിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്ന. ഒരു പാവമാണ് കേട്ടോ. അവിടെ കുറച്ച് എന്താണ് ഒരു പൂക്കടയാണ്. അങ്ങനെ അത്യാവശ്യം ഭയങ്കര വലുതൊന്നുമല്ല, ഒരു കുഞ്ഞു പൂക്കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ തന്നു. പൊരിയും എന്താണ് അവിലും സാമ്പ്രാണിത്തിരി അതൊക്കെ കൊണ്ടുവന്നിട്ട്
പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോഴത്തേക്കും നമ്മുടെ ഡാൻസ് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സിബ്ലിങ്സാണ് കേട്ടോ. രണ്ടുപേരും ഭയങ്കര രസമാണ്. ഇളയാളുടെ വർത്തമാനം കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര നാണക്കാരികളാണ്. വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര നാണമൊക്കെ വന്ന് ചിരിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ നിന്ന് ചെയ്യിക്കാറുണ്ട്. ഞാൻ എക്സർസൈസൊക്കെ ചെയ്യും. ഞാൻ എന്തെങ്കിലും ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയാൽ അത് ചെയ്തില്ല മിസ്സേ, അത് ചെയ്തില്ല മിസ്സേ എന്നിങ്ങനെ പറയും. അങ്ങനെയൊക്കെയാണ്. നല്ല രസമാണ്. ഇവർ വരുമ്പോഴത്തേക്കും പിള്ളേരുമായിട്ട് നമ്മൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രഷ് ആവുമല്ലോ. നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയമായിരുന്നാലും നമ്മുടെ പിള്ളേരുമായിട്ട് ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് കുറേ റിലാക്സ്ഡ് ആവും. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഒക്കെ അത് പോകും. അതുപോലെ എനിക്ക് ഭയങ്കര രസം എന്ന് പറയുന്നത് ഡാൻസ് ഉള്ള ദിവസം ഇവരെല്ലാവരും വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഹാപ്പി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര രസമാണ്. കുറേ നേരം ഇവരുടെ വർത്താനമൊക്കെ പറയുക, ഇവരെ കളിപ്പിക്കുക. ചില ഉഴപ്പൻ വേലകളൊക്കെ കാണിക്കും, എങ്കിലും കുഴപ്പമില്ല, എങ്കിലും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെയൊക്കെ തൂത്തിറക്കി. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടു, വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോവുകയാണ് കേട്ടോ. ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാം നടന്നില്ല, അമുന്തിരത്ത് ദേവീക്ഷേത്രം ചെമ്പൂരുള്ള ആ ക്ഷേത്രത്തിലോട്ടാണ് പോയത്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൻ്റെ അവൾക്കും ഇതേപോലെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമുണ്ട്, അവളും കളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കാണാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് പ്രമാണിച്ച് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അവിടെ ഒരു ചെയറൊക്കെ എടുത്തിട്ടിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഡാൻസ് സ്റ്റാർട്ടായി കേട്ടോ. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവളും പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കുട്ടികളൊക്കെ പെർഫോമൊക്കെ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അത് ഡാൻസ് മുഴുവിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പിന്നീട് വൈൻഡപ്പിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. ഞാൻ പ്രോഗ്രാമൊക്കെ കണ്ടു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാരണം അവളുടെ പ്രോഗ്രാമൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ട് കളിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഏതാണ്ട് തീരാറായി എന്ന് തോന്നുന്നു പ്രോഗ്രാം. ആ സമയം ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞു, പ്രോഗ്രാം നിർത്തിവെക്കുന്നു പ്രത്യേക സാഹചര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവരെല്ലാവരും. അപ്പോൾ ലാസ്റ്റ് തിരുവാതിരയാണ്ടായിരുന്നു തോന്നുന്നു. ലാസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. തിരുവാതിര നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ. അങ്ങനെ പിന്നെ അപ്പോഴാണ് പറഞ്ഞത് അവിടുത്തെ എന്തോ ആ ക്ഷേത്രത്തിലെ ഏതോ ഒരു തന്ത്രി മരിച്ചു, അതുകൊണ്ട് പ്രോഗ്രാമൊന്നും നടത്തുന്നില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ഇനി ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്തോ നാടകമോ അങ്ങനെ എന്തോ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് നടത്തോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പ്രോഗ്രാം കാണാൻ നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല കുട്ടികളൊക്കെ നല്ലതായിട്ട് കളിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ ഇതാണ് ഒരു വിഷമമായിപ്പോയി. പ്രോഗ്രാം അത് മുഴുവിപ്പിക്കാനും പറ്റിയില്ല. പക്ഷേ ഒരു മരണവാർത്ത കേട്ടു എന്നൊക്കെ പറയുമ്പോൾ അമ്പലത്തിൽ ഉത്സവം കൂടിയല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇനി ഉത്സവം തുടർന്ന് നടക്കുമോ? അവിടെ ദിവസവും പൂജയ്ക്ക് വരുന്ന തന്ത്രിയാണ് കേട്ടോ മരിച്ചത്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് മറ്റുമാണ് മരണം നടന്നിരിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നിന്ന് ആലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ പോറ്റിയുടെ വീട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അവിടെ ഇരുന്നില്ല. ഞാനിങ്ങ് അപ്പോഴേക്കും പോകുന്നത് കേട്ടപ്പോൾ എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം. എനിക്ക് വണ്ടി ഓടിച്ച് വന്നപ്പോഴും എന്തോ ഒരു വല്ലാത്ത ഒരു വല്ലായ്മയായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എന്നെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ഇതെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഒന്നേന്ന് തുടങ്ങുവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മോണിറ്റൈസേഷൻ ആയതും 1K ആക്കിയതും ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ്. പക്ഷേ അത് നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോൾ അതെല്ലാം പോകുമല്ലോ. അപ്പോൾ ഇവിടെ മോള് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വർത്താനാണ് കേൾക്കുന്നത്. അപ്പോൾ അത് എല്ലാം പോയി. ഞാനിനി ഒന്നേന്ന് തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പം ഉണ്ടാവണം. കാരണം ഞാനിപ്പോൾ വീണ്ടും ഈ ചാനൽ റീ ഓപ്പൺ ആക്കിയപ്പോൾ പോലും പലരും
എന്നെ പിന്നിൽ നിന്നും വലിക്കുന്നുണ്ടായിരുന്നു, നീ ഇത് തുടങ്ങണ്ട, അതിൻ്റെ ആവശ്യമില്ല, നീ ഡാൻസിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഒരാളോട് ഒരു അഭിപ്രായം ചോദിച്ചു. ആ അഭിപ്രായം കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇനി ഇത് നല്ല രീതിയിൽ, കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഞാൻ ഇടാം. അതെല്ലാവരും ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും എനിക്ക് ഒരു എന്താണ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ വന്നിട്ട് വേഷമൊന്നും മാറിയിട്ടില്ല, ഇനി ഒന്ന് കുളിക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.